എല്ലാവർക്കും ആത്മീയം ജഗന്നാഥനിലൂടെ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ചോദ്യോത്തരം പ്രോഗ്രാം തുടങ്ങുന്നു. ഇതിൽ ഞാൻ ഇന്ന് അഭിമുഖപ്പെടുത്തുന്നത് ഷീലാമ്മയാണ്. 20 വർഷത്തോളം ആത്മീയചര്യയിലൂടെ ജീവിക്കുകയും 2 ആത്മീയ പുസ്തകങ്ങൾ, കുറച്ച് ആത്മീയ ആൽബങ്ങൾ ചെയ്യുകയും ചെയ്ത ഷീലാമ്മയ്ക്ക് സ്വാഗതം. അമ്മേ, നമസ്കാരം. അമ്മ ആത്മീയതയിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ? നമസ്കാരം. ആത്മീയതയിൽ വരിക എന്നൊരു കാര്യമില്ല. നമ്മൾ എല്ലാവരും ആത്മീയർ തന്നെയാണ്. അത് തിരിച്ചറിയുന്ന ഒരു നിമിഷം പലർക്കും പല സമയം പല ജന്മം ഒക്കെ ആവും എന്ന് മാത്രം. എങ്കിലും സാധാരണ കുടുംബിനിയിൽ നിന്നും ഈ മാറ്റം എങ്ങനെ വന്നുവെന്ന് ഒന്ന് പറയാമോ? അതൊക്കെ കുറച്ച് അതിശയകരം തന്നെയാണ്. ചെറുപ്പത്തിലേ തന്നെ കുറച്ച് ഭക്തിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അധികമായിട്ടൊന്നുമില്ലായിരുന്നു. ഒരു 20 വർഷം മുമ്പ് അത്ഭുതകരമായ പല അനുഭവങ്ങളും ഉണ്ടാവാൻ തുടങ്ങി. സ്വപ്നത്തിൽ കാണുന്നതെല്ലാം സത്യമായി വരിക. ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ തനിയെ ലൈറ്റ്, ഫാൻ എല്ലാം ഓഫാകാനും ഓണാകാനും തുടങ്ങി. അതുപോലെ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും വീട്ടിലെ ഓരോ സാധനങ്ങൾ ചലിക്കുകയൊക്കെ ചെയ്യും. ആദ്യം ഭയമാണ് തോന്നിയത്. പിന്നെ അതിനെപ്പറ്റി അന്വേഷണം ആരംഭിച്ചു. പല ബുക്കുകൾ വായിക്കാനും തുടങ്ങി. പക്ഷെ കാര്യമായ ഒന്നും കിട്ടിയില്ല. പിന്നീട് മനസ്സിലായി ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് എന്നിലുണ്ടെന്ന്. പിന്നീട് ഞാൻ ദൈവികമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. ജപം, പ്രാർത്ഥന, പൂജ, പിന്നെ ഭഗവത്ഗീത, ഉപനിഷത്തൊക്കെ വായിക്കുക, അങ്ങനെ പല കാര്യങ്ങളും തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ എൻ്റെ ആ ഭയവും അതെല്ലാം മാറിക്കിട്ടിയതും ഞാൻ എൻ്റെ മാനസികാവസ്ഥ ഒന്ന് ഒരു ശരിയായ സ്റ്റഡിയായ ഇതിലേക്ക് വന്നത് അതിനുശേഷമാണ്. അതാണ് ഇന്ന് ഞാൻ ഈ ഇതിലേക്ക് ഞാൻ എത്താനുണ്ടായ ഏറ്റവും വലിയ കാരണം. ശരി അമ്മേ. അതിനുശേഷമാണോ അമ്മ എഴുതാനൊക്കെ തുടങ്ങിയത്? അതെ. ആ സ്പിരിച്വൽ അവേക്കനിങ് സമയത്ത് ഞാൻ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു, പേടിയും. ശരിക്കും ഒരു മാനസിക നില തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിൽ തന്നെയായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് പിന്നെ രാമകൃഷ്ണദേവന്റെ പുസ്തകങ്ങൾ, വിവേകാനന്ദ പുസ്തകങ്ങൾ ഒരുപാട് എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതിലൂടെയൊക്കെയാണ് ഞാൻ ഈ അവേക്കനിങ്ങിന്റെ ഈ അവസ്ഥ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് തന്നെ അന്നേരമാണ്. അവരുടെ ബുക്കുകളിൽ നിന്നാണ് എനിക്കത് ശരിയായ ഇതെല്ലാം കിട്ടിയത്. അതിനുശേഷം ഞാൻ ശരിയായ ഉപാസകയായിട്ട് തന്നെ മാറി. അപ്പൊ എനിക്ക് തോന്നി, അങ്ങനെയാണെങ്കിൽ ഈ ഒരവസ്ഥ പലർക്കും പല ജീവിതത്തിൽ ഉണ്ടാവുന്നതുകൊണ്ടാണല്ലോ. അപ്പൊ അവര് സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാവുമ്പോ ആദ്യം നമ്മൾ സൈക്യാട്രിസ്റ്റിനെ എടുത്താണ് പോവുക. അപ്പൊ എന്താണെന്ന് അറിയാണ്ട് അവർ തരുന്ന ആ മരുന്നെല്ലാം, മെഡിസിനെല്ലാം കഴിച്ച് നമുക്ക് ഉള്ളതും പോയി അങ്ങനെ ഒരു മാനസികാവസ്ഥ വരുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും അല്ലാതെ ഇത് ആത്മീയമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗം, ഒരു ആത്മീയമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇതാണ് ഇതിന്റെ എന്ന് വെച്ചാല്, അപ്പൊ അങ്ങനെയുള്ളവർക്ക് പ്രയോജനപ്പെടാൻ എന്റെ ഒരു ഉപദേശം എന്നുള്ള നിലയ്ക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം വിചാരിച്ചു. അപ്പൊ ഞാൻ കണ്ട ഒരു വഴി പുസ്തകം രചിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്കറിയാവുന്ന, ഞാൻ അനുഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ എഴുതി ഓരോരുത്തർക്കും ചേർന്ന് ഏത് വഴിയാണോ അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ ഒരു 10-16 വഴിയോളം ഒരു 10-12 വഴിയോളം ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട് തോന്നുന്നു. അത്ര എഴുതി അതെല്ലാം ആക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സന്ദർഭം വരാമെങ്കിൽ അവർക്ക് വേണ്ടുന്ന പാത തിരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യം അത്രയും ഞാൻ ആ ബുക്ക് കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ 2ാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ദേവി വൈഭവമാണ്. അത് എനിക്ക് ശ്രീ മഹാദേവി എന്റെ സ്വപ്നത്തിൽ വന്ന് അങ്ങനെ ഒരു ബുക്ക് എഴുതാൻ എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ടി തന്നെ ആ ബുക്ക് എഴുതി അമ്മയ്ക്ക് തൃപ്പാദങ്ങളിൽ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്തത്. ശരിയമ്മേ. മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം എന്താണമ്മേ? മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം എന്നത് എവിടെ നിന്നാണോ നമ്മൾ ജനിച്ചത് ആ ഉത്ഭവസ്ഥാനത്തിലേക്ക് തിരിച്ചു പോവുക എന്നത്. അതായത് പരമാത്മാവിൽ നിന്നും വന്ന ജീവാത്മാക്കളാണ് നമ്മൾ അവിടേക്ക് എത്തുക എന്നത്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാനിൽ നിന്നും വന്നത്, അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിന്ന് വന്ന നമ്മൾ ബ്രഹ്മത്തിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്നതാണ്. ഒരാൾ ദൈവവുമായി എങ്ങനെ ബന്ധപ്പെടും? ദൈവവുമായി ബന്ധം സ്ഥാപിക്കുക എന്നത് അത്ര എളുപ്പമല്ല. പല ജന്മങ്ങൾക്ക് ശേഷമേ മനുഷ്യർക്ക് ദൈവചിന്ത പോലും ഉണ്ടാവുകയുള്ളൂ. പല ജന്മങ്ങൾ പക്ഷി, മരം, മൃഗങ്ങൾ അങ്ങനെ തുടങ്ങിയായി ജനിച്ച ശേഷമാണ് മനുഷ്യജന്മം പ്രാപ്തമാവുകയുള്ളൂ. ആദ്യം വരുന്ന മനുഷ്യജന്മങ്ങളിൽ
ഇത്രയും വലിയ കാര്യങ്ങൾ ചിന്തിക്കാനോ വിശ്വസിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് ഉണ്ടാവുക. വെറും സാധാരണ മൃഗങ്ങളിൽ ഉണ്ടാകുന്ന പോലത്തെ ആ ഭക്ഷണം, പിന്നെ സന്താനോൽപാദനം, ഇങ്ങനത്തെ ചിന്തകൾ മാത്രമേ അവരിൽ ഉണ്ടാവുള്ളൂ. അതും കഴിഞ്ഞ് കുറേ നല്ല നല്ല ജന്മങ്ങളിലൂടെ വരുമ്പോൾ മാത്രമേ ഈശ്വരവിശ്വാസം തന്നെ വരാൻ കഴിയൂ. അപ്പോൾ ആ ജന്മങ്ങളിലുള്ള ആവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് ഒരു ഉയർന്ന നിലയിലേക്ക് ആത്മീയമായി ചിന്തിക്കാനും കഴിയുകയുള്ളൂ. നന്മയും തിന്മയും എങ്ങനെ വേർതിരിക്കാം? നന്മ തിന്മകൾ എങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മളെ എത്ര വേദനിപ്പിക്കുമോ അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അത് വേദന ഉണ്ടാക്കും എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ അവരോട് അങ്ങനെ പെരുമാറാതിരിക്കുക. അതായത് നമുക്ക് വേദന ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും മറ്റു ജീവികൾക്കും വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ്. മറ്റാരും കാണില്ലല്ലോ അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് കളവ് പറയുക, തെറ്റ് ചെയ്യുകയൊക്കെ ചെയ്താലും കർമ്മഫലം എപ്പോഴായാലും നമ്മളെ തേടി വരുമെന്ന് ഓർമ്മിക്കുക. മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനം നൽകുന്ന പ്രവൃത്തികൾ, വാക്കുകളൊക്കെ പറയാൻ ശ്രമിക്കുക. അതാണ് നമ്മളെ മറ്റുള്ളവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു നന്മ. അതുതന്നെയാണ് ഇതിൽ നിന്ന് തിരിച്ചറിയാനുള്ളത്. ഭയവും ഉത്കണ്ഠയും എങ്ങനെ മറികടക്കാം? ഭയവും ഉത്കണ്ഠയും മറികടക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. അതാണല്ലോ ലോകത്തിൽ ഉയർന്നു വരുന്ന സൈക്കിക് ക്ലിനിക്കുകൾ നമ്മളെ കാണിക്കുന്നത്. മനുഷ്യന്റെ ഉള്ളിലെ അമിതമായ ആസക്തി, ആഗ്രഹങ്ങളൊക്കെയാണ് ഇതിനു കാരണം. 10 കിട്ടുമ്പോൾ 100 വേണം, 100 കിട്ടിയാൽ 1000 വേണം എന്നാണല്ലോ ഓരോ മനുഷ്യന്റെയും ആഗ്രഹം. അതിന്റെ അളവ് കുറയ്ക്കാൻ നോക്കുക. ഞാൻ ഒരു ഭർത്താവോ ഭാര്യയോ അച്ഛനോ അമ്മയോ മാത്രമല്ല, എൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. അതിനു വേണ്ടുന്ന ഒരു പരിഗണന കൂടെ കൊടുക്കാൻ ശ്രമിക്കുക. ദൈവികമായ പ്രാർത്ഥനകൾ, നല്ല പുസ്തക വായന, മറ്റുള്ളവരെ സഹായിക്കുക, എല്ലാ ജീവികളോടും കാരുണ്യം കാണിക്കുക തുടങ്ങിയവ. കൂടാതെ എന്നെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട്, ആ തീരുമാനമേ നടക്കുകയുള്ളൂ എന്നൊരു ബോധം എപ്പോഴും വേണം. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമ്മളിൽ നിന്നും ഭയവും ഉത്കണ്ഠയും ഒക്കെ കുറേ മാറ്റാൻ കഴിയും. ഇത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതിനാണ് നമ്മൾ ഭക്തിയിലേക്കും ദൈവത്തിലേക്കും തന്നെ പോകണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യം അത് തന്നെയാണ്. ആസക്തികൾ കുറഞ്ഞു കിട്ടേണ്ടിയിട്ട്. അമ്മൻ, ഒരുപാട് സന്തോഷവും നന്ദിയുണ്ട് അമ്മ ഇത്രയും പറഞ്ഞു തന്നതിന്. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.